എന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ടവളല്ല. ഇവിടെ ചില ആളുകൾ ജാഥക്ക് വരുന്നവരുണ്ട്, ചില സ്ത്രീകള്. അതുപോലെ തന്നെ കൊടികെട്ടാനായി ചില സ്ത്രീകൾ വരുന്നവരുണ്ട്. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. അതൊന്നും ഇസ്ലാം അംഗീകരിക്കൂല. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഓ ഉമ്മമാരെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് അത്യാവശ്യത്തിനല്ലാതെ വന്നുകൂടാ. ഇനി വരുമ്പോൾ തന്നെ ശരീരം മുഴുവനും മറക്കാതെ, മുഖം മറക്കാതെ, ഔറത്ത് മറക്കാതെ, മാറ് മറക്കാതെ വന്നുകൂടാ. നിങ്ങളെ റോൾ മോഡലായി നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു മഹദിയില്ലേ, ഫാത്തിമത്തു സഹ്റാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനോട് നടത്തിയ ഒരുപാട് വസിയത്തുണ്ട്. പറയാൻ കരുതിയതാണ്, ഇപ്പൊ പറയാൻ നേരമില്ലാതെ ഞാൻ ചുരുക്കാണ്. ഉമ്മമാർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഉമ്മമാരും കൂടി ഉൾക്കൊള്ളണല്ലോ ഓരോ കാര്യങ്ങള്. അത് അവസാനം വഫാത്തിന്റെ തൊട്ടു മുമ്പ് ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യയായ ഫാത്തിമ ബീവി നടത്തിയ 2 വസിയത്തിൽ ഒന്നാമത്തെ വസിയത്ത്, ഭർത്താവേ, ഞാനങ്ങനെ ഞാൻ മരിച്ച വിവരം നിങ്ങൾ ഫ്ലാഷ് ചെയ്യരുത്, നിങ്ങളത് ബ്രേക്കിംഗ് ന്യൂസായി പ്രചരിപ്പിക്കരുത്. സുബ്ഹാന ജല്ല ജലാലുഹു. അപകടത്തിൽ മരിക്കുന്നവരെ ഫോട്ടോ ആണാണോ പെണ്ണാണോ നോക്കാതെ അവരെ ഔറത്ത് വരെ വെളിവാകുന്ന വിധത്തിൽ പുറത്ത് കാണുമ്പോ അതിന് വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിട്ട് ചില അഡ്മിന്മാർക്ക് വരെ പണിയില്ലല്ലോ, ബ്രേക്കിംഗ് ന്യൂസും എന്നും പറഞ്ഞിട്ട് തോന്നിവാസം കാണിക്കാറില്ലേ? സർവ്വ അഡ്മിന്മാരും ചിന്തിക്കണം, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചല്ലോ ഇത് പറയുന്നത്, ചീത്തക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയാണ്. അല്ലാഹ് പൊറുക്കൂല. അത്തരത്തിലുള്ള അപകടത്തിന്റെ ഫോട്ടോ പ്രചരിപ്പിക്കാനുള്ളതല്ല. ഫാത്തിമ ബീവിയുടെ ഉപദേശം വസിയത്ത് എന്താണ്? ഞാൻ മരിച്ചാൽ മരിച്ച വിവരം ഒരാളോടും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ പല അന്യ പുരുഷന്മാർ ചിലപ്പോ എന്റെ മയ്യത്ത് കാണാൻ വന്നേക്കും, എനിക്കതിഷ്ടമില്ല. ഓ അലിക്കയിലെ സത്യവിശ്വാസികളെ, ഇവിടെ ഒരു അന്യ പുരുഷൻ മരിച്ചാൽ ആ അന്യ പുരുഷന്റെ മയ്യത്ത് അന്യ സ്ത്രീകൾ വന്ന് ക്യൂ ആയി നിന്ന് കാണാറുണ്ടോ? ഉമ്മമാരെ, കണ്ണിലെ ഹറാമാണ് ചെയ്യുന്നത്. ഒരു അന്യ പെണ്ണ് മരിച്ചാൽ ആ അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യ പുരുഷന്മാര് വന്ന് കാണാറുണ്ടോ? കടുത്ത ഹറാമാണ്. അൽ ഐനാനി സിനാഹുമൻ നദുറു. അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യ പുരുഷൻ നോക്കിയാൽ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അന്യ പുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് നോക്കിയാലോ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ഫാത്തിമ ബീവി പറയാണ്, എന്റെ മയ്യത്ത് ഒരാളും നോക്കിക്കൂടാ. എന്തേ കാരണം? എന്റെ ഹയാത്ത് കാലത്ത് പോലും ഒരു അന്യ പുരുഷനും എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അലിക്കയിലെ പരിസരങ്ങളിലെ ഉമ്മമാരെ, പറയാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഒരു അന്യ പുരുഷൻ പോലും എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല എന്ന് വാതിന്റെ സദസ്സിലിരിക്കുന്ന ഉമ്മാക്ക് പറയാ കപ്പാസിറ്റി ഉണ്ടോ? ഇനി രണ്ടാമത്തെ ഉപദേശം വസിയത്ത് എന്താണ്? ഭർത്താവേ, ഞാനങ്ങ് മരിച്ചാൽ എന്റെ മയ്യത്തിന് നിങ്ങൾ മറവ് ചെയ്യേണ്ടത് പകലിലല്ല, രാത്രി സമയത്താണ്. അതെന്തേ കാരണം? പകലിൽ ചിലപ്പോ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിച്ച കഫൻ തുണി കൊണ്ട് പൊതിഞ്ഞ് ആ മയ്യത്തിന് നിങ്ങൾ ഖബറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോ മയ്യത്ത് കട്ടിലിൽ നിന്ന് പുറത്തേക്ക് മയ്യത്തെടുത്ത് ഖബറിലേക്ക് അങ്ങ് താഴ്ത്തുമ്പോ എന്റെ മയ്യത്തിന്റെ ശരീരത്തിന്റെ കട്ടി ചിലപ്പോൾ കഫൻ തുണിയുടെ പുറത്തേക്ക് പ്രകടമായെന്ന് വരൂ. എന്റെ തൊലി കാണൽ മാത്രമല്ല, ആ തൊലിയുടെ കട്ടി പോലും പുറത്തേക്ക് പ്രകടമാകുന്നത് എനിക്കിഷ്ടമില്ല. ഓ ടൈറ്റ് ഫിറ്റ് പർദ്ദ ധരിച്ച് വിലസുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ചെറിയ വിലക്ക് വാങ്ങാൻ കിട്ടുമെന്ന് കരുതിയിട്ട് ധരിച്ചാൽ കാലിന്റെ തൊടയുടെ ഭാഗങ്ങൾ മുഴുവൻ
കട്ടി മുഴുവനും പ്രകടമാകുന്ന വിധത്തിൽ കാണിക്കുന്ന ലെഗിൻസ് പാന്റ് ധരിക്കുന്ന പെങ്ങളെ, ഫാത്തിമ ബീവിയുടെ വസിയത്ത് മനസ്സിലാക്കിയാൽ ടൈറ്റ് ഫിറ്റ് പർദ്ദ ധരിക്കാൻ മനസ്സ് വരുമോ? ലെഗിൻസ് പാന്റ് ധരിക്കാൻ മനസ്സ് വരുമോ? ആ വസിയത്ത് പാലിക്കണേ. ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയാണ്. മക്കളെ SSF-ൽ പ്രവർത്തിപ്പിച്ചോളൂ. നിങ്ങൾക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ അവസരമില്ല. അതേ സമയത്ത് ഒരു ഉമ്മാന്റെ മകൻ അലിക്കയിലെ SSF-ന്റെ പ്രവർത്തകരില്ലേ, അവരുടെ മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. എന്തേ കാരണോ? നിങ്ങളുടെ മകൻ SSF-ൽ പ്രവർത്തിക്കുകയാണ്. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോ ഇതിനു വേണ്ടി ഈ നാട്ടുകാരായ വിദേശത്ത് ഇവിടുന്ന് നാട്ടിൽ പോയി വിദേശത്ത് പോയി അവിടുന്ന് ജോലി ചെയ്യുന്ന എത്രയോ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ SSF-ന്റെ സഹോദര സംഘടനയായ നമുക്കെല്ലാവർക്കും ആവേശം പകർന്നു തരുന്ന KCF-ൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരില്ലയോ, അവരുടെ മാതാപിതാക്കൾ വലിയ ഭാഗ്യവാന്മാരാണല്ലോ. എന്തേ കാരണോ? നിങ്ങളുടെ മക്കൾ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അവരതാ നല്ലത് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിന്റെ ഫലം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. കാരണം നിങ്ങൾ കൊടി പിടിച്ചിട്ടല്ല, നിങ്ങൾ ജാഥക്ക് പോയിട്ടല്ല, നിങ്ങൾ വാത് സംഘടിപ്പിക്കാനായി അധ്വാനിച്ചതുകൊണ്ടല്ല. പക്ഷെ അതൊക്കെ നിങ്ങളുടെ മക്കൾ ചെയ്തല്ലോ. ആ മക്കളുടെ പ്രവർത്തനത്തിന് ആവേശം നൽകിയത് നിങ്ങളാണല്ലോ. അതുകൊണ്ട് SSF-ൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ മാതാപിതാക്കൾ വിശിഷ്യ ഉമ്മമാർ ഭാഗ്യവാന്മാരാണ് കേട്ടോ. അതുകൊണ്ടാണ് അലിക്ക എന്ന് പറയുന്ന ഈ SSF-ന്റെ യൂണിറ്റ് പ്രവർത്തകന്റെ ഉമ്മ മരിച്ചാൽ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പക്ഷേ റബ്ബിന്റെ ഖളാ അനുസരിച്ച് മരിച്ചാൽ, SSF-ന്റെ പ്രവർത്തകന്റെ പിതാവ് മരിച്ചാൽ, അറിയുമോ ഉമ്മമാരെ, അറിയുമോ ഉപ്പമാരെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള മയ്യിത്ത് നിസ്കാരം നടക്കുന്നത് അലിക്ക പള്ളിയിൽ മാത്രമല്ല. നിങ്ങളുടെ പേരിൽ തഹ്ലീൽ നടക്കുന്നത്, നിങ്ങളെ പേരിൽ ഖുർആനോത്ത് നടക്കുന്നത്, നിങ്ങളെ പേരിൽ അതേ ഖുർആൻ പാരായണം നടക്കുന്നത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ മാത്രമല്ല. ഇന്ന് SSF എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, കർണാടകയിൽ എത്ര യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്, കേരളത്തിൽ എത്ര യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ബോംബെയിലും അതുപോലെ വെസ്റ്റ് ബംഗാളിലും എവിടെയെല്ലാം SSF പ്രവർത്തിക്കുന്നുണ്ടോ, പോരാ പോരാ, SSF-ന്റെ സഹോദര സംഘടനയായ വിദേശ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഞങ്ങളൊക്കെ സ്നേഹത്തോടെ ഓമന പേരിൽ KCF എന്ന് വിളിക്കാറുള്ള ആ സംഘടനയുടെ പ്രവർത്തകർ അനുഭാവികൾ കേവലം UAE-യിൽ മാത്രമല്ല, UAE-യിലുണ്ട്, ഖത്തറിലുണ്ട്, ഒമാനിലുണ്ട്, ബഹ്റൈനിലുണ്ട്, അതുപോലെ തന്നെ സൗദി അറേബ്യയിലുണ്ട്, ക്ലീനസ്റ്റ് കൺട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന മലേഷ്യയിലുണ്ട്, ലണ്ടനിൽ വരെ KCF പ്രവർത്തിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് നിങ്ങൾ കേട്ടോ രക്ഷിതാക്കളെ, സൗദി അറേബ്യയിലാണല്ലോ മക്കയുള്ളത്, സൗദി അറേബ്യയിലാണല്ലോ മദീനയുള്ളത്, ആ മക്കയിലാണല്ലോ ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിമക്ക, മസ്ജിദുൽ ഹറാം ഉള്ളത് മക്കത്തെ പള്ളിയുള്ളത് മക്കയിലാണല്ലോ, മദീനയിലെ മസ്ജിദുൻ നബവിയുള്ളത് മദീനയിലാണല്ലോ. ആ മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും അലിക്കയിൽ മരണപ്പെട്ടു പോയ ആ ഉമ്മാക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരം നടക്കുകയാണ്. കഅബയുടെ ചാരത്തെ പള്ളിയിലാ ഉമ്മമാരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിസ്കാരം നടക്കുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കിടന്നുറങ്ങുന്ന റൗളയുടെ പാർശ്വഭാഗത്താണ്. ബാപ്പമാരെ നിങ്ങൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരം നടക്കുന്നത്.
ഉസ്താദേ ഞങ്ങൾ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ചെയ്തിട്ടുണ്ട്, മറക്കണ്ട. നിങ്ങൾ ചെയ്തതെന്താണെന്നറിയോ? SSFന്റെ ത്രിവർണ പതാക കയ്യിലേന്തി മഹാന്മാരായ സാദാത്തുക്കളുടെയും വയോവൃദ്ധ പണ്ഡിത പ്രമുഖളായ ഉലമാക്കളുടെ പിന്നിലണിനിരന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനത്തോടെ ആഹോരാത്ര അവിശ്രാന്ത പരിശ്രമത്തോടെ പ്രവർത്തിക്കണ SSFന്റെ ചുണക്കുട്ടികളായ കർമ്മധീരരായ കർമ്മഭടന്മാരെ സമൂഹത്തിന് നിങ്ങൾ സമർപ്പിച്ചു. അത് നിങ്ങൾ മക്കളാണ്, നിങ്ങളെ മക്കളാണ്. ആ മക്കളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളെ ഓർക്കുന്നത്. അത് പാഴാക്കല്ലേ. അതിനുവേണ്ടി മക്കളെ SSFൽ ചേർത്തി പ്രവർത്തിപ്പിച്ചോ. അതിന് നേതൃത്വം നൽകിയവരാണ് താജുൽ ഉലമ. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന റഈസുൽ ഉലമാ ഉസ്താദ് അവരുകൾ, സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകൾ, അല്ലാഹു റഈസുൽ ഉലമക്കും സുൽത്താനുൽ ഉലമക്കും ആദരണീയരായ ഗുരുവര്യർ ശൈഖുനാ മുഹിയുസുന്നക്കു അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. അറിയോ, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് വെസ്റ്റ് ബംഗാളിൽ സുൽത്താനുൽ ഉലമ പോയതാണ്. മർക്കസിൽ മാത്രമല്ല, ആ മർക്കസിന്റെ റൂബി ജൂബിലി സമ്മേളനം അതേ 2018 ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കുകയാണ്. അതിന്റെ പ്രചാരണ ഉദ്ഘാടനം ഔദ്യോഗികമായി കേരളത്തിന്റെ 40 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വരെ നടന്നു. 40 സഖാഫി പണ്ഡിതന്മാർ ഒരു ഹാളിലേക്ക് പതാക കയ്യിലേന്തിയിട്ട് കടന്നു വന്ന് അവിടെയുള്ള റൂബി ജൂബിലി സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്തി. ഞാൻ ചുരുക്കട്ടെ, ആ നേതാവാണ് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ പോയപ്പോ 2-3 ദിവസങ്ങളുടെ ഉള്ളിലായി 22 പള്ളികൾ അവിടുത്തെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ആരോളം വരുന്ന മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രത്തെ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് SSFന്റെ നേതൃത്വമായ സുൽത്താനുൽ ഉലമയല്ലാതെ മറ്റാരുമില്ല. അല്ലാഹു ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ആ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ആവേശത്തോടെ പ്രവർത്തിക്കാൻ അവസരം കാണണം എന്ന് ഈ ഉള്ളവനോടുകൂടെ നിങ്ങളോടൊക്കെ ആത്മാർത്ഥമായി ഉണർത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ നമുക്ക് ഉപദേശം നൽകിത്തരും, അതുപോലെ ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തിത്തരും. നമ്മുടെ ഈ പരിപാടി അൽഹംദുലില്ലാഹ് അലിക്ക എന്ന് പറയുന്ന ഈ ഒരൊറ്റ യൂണിറ്റിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഇത്രയും വലിയ ജനനിബിഡമായ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ, ബറക്കത്ത് നൽകുമാറാവട്ടെ. നമുക്കൊക്കെ പലതും അല്ലാഹുവിനോട്